ഹലോ ഗൈസ്, മാലോട്ടേക്കാണ്. ഈ ന്യൂസ് കണ്ടല്ലേ? അതായത് കണ്ണൂരാണ് സംഭവം. റീൽസ് ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് യുവാക്കൾ എന്ത് ചെയ്ത്, യുവാക്കളെന്നൊന്നും പറയാമല്ല, +2 വിദ്യാർത്ഥികള് ചുവന്ന ലൈറ്റ് അടിച്ച് ട്രെയിൻ നിർത്തിപ്പിച്ചു. അവർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഞാൻ മനസ്സിലാത്തൊരു കാര്യം, ഇവന്മാർക്കൊക്കെ ബോധമില്ലെന്നാണ്. അത് പുലർച്ചെയൊക്കെയാണ് സംഭവം. ഒരു റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട് ട്രെയിൻ നിർത്തിക്കാന്നൊക്കെ പറഞ്ഞാൽ ഇവർക്ക് അറിയാൻ പാടില്ല ഇതിന് സീരിയസ്നെസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോൾ ഇത് കേസായി, ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന്റെ കീഴിലായി, കുറച്ച് കാലം ഇനി അകത്ത് കിടക്കാം എന്നുള്ള സിറ്റുവേഷനിലാണ് ഇപ്പോൾ ഉള്ളത്. എനിക്കറിയാൻ പാടില്ല ഇത്രയും മണ്ടന്മാരായിട്ടുള്ള ആൾക്കാരാണോ ഇപ്പോഴത്തെ പുതുതലമുറയിലുള്ള ആൾക്കാർ. ഒരു ബോധവും ഇല്ലാണ്ടാണ് എന്ത് ഇവനൊക്കെ പോയി റീൽസ് ചിത്രീകരിക്കണം എന്തോ വലിയ സംഭവമായിട്ടാണ് ഇവർ കാണുന്നത്. ഓക്കെ, റീൽസ് ചിത്രീകരിക്കുന്നത് വലിയ സംഭവമാണ്. ആ സംഭവം കണ്ടിട്ടാണ് അത് ഇതാക്കിയിട്ടാണ് ഇവന്മാര് പോണത്. എന്താ പറയാ, ട്രെയിന് പിടിച്ചു നിർത്തുക. നോർത്ത് ഇന്ത്യയിൽ കുറെ വാണങ്ങളെ കണ്ടിട്ടുണ്ട് ഇതേപോലെ റീൽസ് ചിത്രീകരിക്കുന്നത്. അമ്മാതിരി വാണത്തരൊക്കെ ഇപ്പം കേരളത്തിലുള്ള +1 +2 ആൾക്കാരുടെ അടുത്തേക്കും പറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ എന്താ പറയാ, പാരന്റ്സ് ശ്രദ്ധിക്കാത്തതിന് പ്രധാന വിഷയമാണ്. പുലർച്ചക്കൊക്കെ ഇറങ്ങി നടക്കണ ചെക്കന്മാർ ഇവരെ പാരന്റ്സ് എന്ത് ശ്രദ്ധ കൊടുക്കണത്. ഇനി ഇതേപോലെ ആ ട്രെയിന് വല്ലതും തട്ടിപ്പന്മാര് ചത്തുപോയി കഴിഞ്ഞാൽ പോലും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വീട്ടുകാരെ ഒന്നും പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം എന്താണ്, വീട്ടുകാർ ശ്രദ്ധിക്കണില്ല. വീട്ടുകാർക്ക് ഓരോ കാര്യം മാത്രമേ ഉള്ളൂ തോന്നുന്നു. മക്കളെ കാര്യമൊന്നും വലിയ സംഭവമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതേപോലെ നോർത്ത് ഇന്ത്യയിൽ ഇതേപോലെ ഏതൊരു പെണ്ണ് ട്രെയിനിൽ പോകുന്ന സമയത്ത് തല പുറത്തേക്കിട്ട് തലയിടിച്ച് റെയിൽവേ പാളത്തിലുള്ളൊരു പോസ്റ്റിൽ പോയി തലയിടിച്ചിട്ടുണ്ട്. ഇതേപോലെ ഒരുപാട് റീൽസ് നമ്മൾ കാണുന്നതാണ്. ഓരോ ആൾക്കാരെ തലയെടുത്ത് അപകടകരമായ രീതിയിൽ എന്താ പറയുക, ട്രെയിനിൽ നിന്ന് തല പുറത്തേക്ക് ഇട്ടിട്ടൊക്കെ നിന്നിട്ട് നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഒരുപാട് ആൾക്കാർക്ക് അപകടം പറ്റിയിട്ടുള്ളതൊക്കെ. പക്ഷെ എന്നാലും എത്ര കണ്ടാലും കിട്ടിയാലും കേട്ടാലും പഠിക്കാത്ത കുറേ പെൺകുട്ടികൾ നാട്ടിലുള്ള പോലെ അതേപോലെ തന്നെയാണ് ഇവന്മാരുടെയൊക്കെ അവസ്ഥ. പാരൻസ് സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു ആക്ഷൻ എടുക്കുന്നേ ഇല്ല. ഒരു മക്കളാണെന്നുള്ളൊരു കൺസിഡറേഷൻ അവർക്ക് കൊടുക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത്ര വലിയ കുഴപ്പമുണ്ടാവില്ല. എന്താണെങ്കിലും ഇതൊക്കെ സമൂഹത്തിന് ആപത്തായിട്ടുള്ള കാര്യങ്ങളാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.